വാ പോകാം. നീ എന്തെടുക്ക ഇവിടെ? ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് വരാം. അതൊക്കെ അടുക്കിയല്ലേ വെച്ചിരിക്കുന്നേ, പിന്നെ എന്താ? ഇതൊന്നും പോരാ. ഇങ്ങനെയാണോ അടുക്കി വെക്കുന്നത്? പിന്നെ എങ്ങനെയാ? നിനക്ക് എത്ര എങ്ങനെ അടുക്കി വെച്ചാലും നിനക്ക് തൃപ്തിയാവില്ല. വാന്നേ, നീ ഇങ്ങനെ അടുക്കി പെറുക്കിക്കൊണ്ട് നിന്നാൽ ഷോപ്പ് അടയ്ക്കും. വാ പോവാം. നമ്മളെവിടെ പോണം? നമുക്ക് അവിടെ പോകാം. ശരി, ഓക്കെ. എന്ത് പറ്റി? എന്തിനാ നിർത്തിയേ? പൊട്ടിയോന്നൊരു സംശയം. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. എന്ത്? വീട് പൊട്ടിയോന്ന് സംശയം. നീയല്ലേ 2 പ്രാവശ്യം പോയി വീട് പൊട്ടിയോന്ന് നോക്കിയത്? എനിക്കറിയത്തില്ല, നോക്കിട്ട് വരാം. നിന്റെ ഒരു കാര്യം എപ്പോഴും ഇത് തന്നെയാണല്ലോ, നിനക്ക് എല്ലാ കാര്യത്തിലും സംശയം. ശരി, എങ്കിൽ പോയി വേഗം പോയി നോക്കിട്ടോ. അതോ ഞാൻ പോണോ? വേണ്ട, ഞാൻ പൊക്കോളാം. ഇവളുടെ ഒരു കാര്യം, ഏത് കാര്യം ചെയ്താലും അവൾക്ക് എത്രയായാലും തൃപ്തിയും കിട്ടില്ല, അവൾക്ക് ഉറപ്പുമില്ല. എപ്പോഴും വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവളുടെ ഈ സ്വഭാവം മാറുമെന്ന് തോന്നുന്നില്ല. ഇവളുടെ കൂടെയുള്ള ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങുന്നുണ്ട്. താമസം മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചാലോ? സാരമില്ല, പോട്ടെ. സാഹചര്യങ്ങൾ പലതാണെങ്കിലും ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഒരേ ചിന്തകൾ, ഒരു പ്രവൃത്തിയെക്കുറിച്ചിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രവൃത്തികൾ. സാധാരണ ജീവിതത്തെ അസാധാരണമാക്കുന്ന ഈ സംഭവങ്ങൾ പലപ്പോഴും സംശയമെന്നോ വൃത്തിയെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും ഇത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ്. ചികിത്സിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകും.